ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു സോസ് തയ്യാറാക്കിയെടുക്കാം. ഇത് നഗറ്റ്സ്, കബാബ് ഇതിൻ്റെയൊക്കെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു സോസാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു 10-18 കാശ്മീരി മുളക് എടുത്തിട്ട് ഇതിൻ്റെ നെറ്റിയൊക്കെ കളഞ്ഞിട്ട് ഒരു കുക്കറിലിട്ട് പുഴുങ്ങിയെടുക്കാം. കുക്കറിലേക്ക് 1/4 കപ്പ് വെള്ളവും ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചെടുത്തിട്ട് ഇത് 2-3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് 2-3 വിസിലൊക്കെ വന്ന് ഇതിൻ്റെ ആവിയൊക്കെ പോയി നല്ലോണം തണുത്തിട്ടിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് ഇത് പുഴുങ്ങിയിട്ടുള്ള കുറച്ച് വെള്ളവും പിന്നെ ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത പേസ്റ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി സോസ് തയ്യാറാക്കിയെടുക്കാം. അതിന് ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഇട്ടുകൊടുക്കാം. വെളുത്തുള്ളിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കളർ മാറണ ഈ ടൈമിൽ നല്ലൊരു വാസനയൊക്കെ വരും. ആ ടൈമിൽ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ഈ ചില്ലി പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി നല്ല മൂത്ത വാസന വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കണം. ഈ ടൈമിൽ ഇതിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ആക്കി കൊടുക്കണം. ഇപ്പോൾ ഈ മുളകിൻ്റെ പേസ്റ്റ് നന്നായിട്ട് മൂത്ത് നല്ലൊരു വാസനയൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചെടുക്കാം. സോസ് ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പിന് കുറച്ച് മുകളിലായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് 1/2 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഞാൻ നേരത്തെ അരച്ച് വെച്ച മിക്സി ചുഴറ്റിയിട്ടുള്ള വെള്ളത്തിലാണ് കോൺഫ്ലവർ കലക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചെടുക്കണം. ഇപ്പോഴൊക്കെ ഇതിൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് സോസിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് പഞ്ചസാര ഇട്ടുകൊടുക്കാം. ഇപ്പോൾ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സോസ് ഒരു ബൗളിലേക്ക് മാറ്റാം. ഞാനിത് ചിക്കൻ പൊട്ടിത്തെറിച്ച് ഉണ്ടാക്കിയ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള സോസാണ്. അപ്പോൾ ഇതിൻ്റെ മാത്രം റെസിപ്പി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.